പരിശുദ്ധ ദൈവമാതാവിൻ്റെ നിർമ്മലമായ മാധ്യസ്ഥതയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ഈ ശുശ്രൂഷകൾക്ക് ദൈവാനുഗ്രഹം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഈ പറയുന്ന ആദ്യത്തെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ കർത്താവായ യേശു താൻ ദൈവമാണെന്ന് തെളിയിക്കുന്ന ആദ്യത്തെ അടയാളം കാനാവിൽ സംഭവിക്കുമ്പോൾ കാനാവിലെ കല്യാണ വീട് കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയ ഒരു വീടായിരുന്നു. അവരുടെ ജീവിതത്തിലേക്ക് അവർ ക്രമീകരിച്ചിരുന്ന കണക്കുകളെല്ലാം തെറ്റി ആകുലപ്പെട്ട ഒരു വീട്. ഒരുപക്ഷെ ഈ ദേവാലയത്തിൽ ഇന്ന് ഈ ശുശ്രൂഷ ചെയ്തിരിക്കുന്ന പല ജീവിതങ്ങളുടെയും ജീവിതത്തിലെ പല കണക്കുകളും തെറ്റിയിട്ടുണ്ടാകാം. മക്കളെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത്, സമ്പത്ത് ഓർത്ത്, ബിസിനസ് ഓർത്ത്, ജോലി ഓർത്ത് നമ്മുടെ അടുത്ത പല കണക്കും തെറ്റിയിട്ടുണ്ടാകാം. കണക്ക് തെറ്റിയ ഒരു വീടിനകത്ത് പരസ്പരം കുറ്റപ്പെടുത്തലുകളും ലജ്ജാകരങ്ങളായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഭയന്നുമിരിക്കുമ്പോൾ ആ ഭവനം ഇങ്ങനെ ചിന്തിച്ചു കാണും: ഞങ്ങളുടെ വീട്ടിൽ യേശു ഉണ്ടല്ലോ, ഞങ്ങളുടെ വീട്ടിൽ സ്ലീഹന്മാരുണ്ടല്ലോ, ഞങ്ങളുടെ വീട്ടിൽ മാതാവുണ്ടല്ലോ, പിന്നെ എന്താ ഈ ദാരിദ്ര്യം? എൻ്റെ നിങ്ങളുടെ നെഞ്ചിലൂടെ കടന്നു പോകുന്ന ചിന്തയായിരിക്കാം, യേശു ഞങ്ങളുടെ കൂടെയുണ്ട്, മാതാവിനോടുള്ള പ്രാർത്ഥനയുണ്ട്, സ്ലീഹന്മാരോടുള്ള മധ്യസ്ഥതയുണ്ട്, ദാരിദ്ര്യം മാത്രം മാറിയിട്ടില്ല. കാരണം എന്തെന്ന് അവർക്ക് മനസ്സിലായില്ല. പരിശുദ്ധമ്മ കാരണം പറഞ്ഞു കൊടുത്തു: എൻ്റെ മകൻ നിങ്ങളുടെ വീട്ടിൽ വിരുന്നുകാരനല്ല, ഇനി അവൻ കാര്യക്കാരനാകട്ടെ. അർത്ഥം മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അമ്മയാണ് വെളിപ്പെടുത്തി കൊടുത്തത്. അവൻ ഈ കല്യാണ വീട്ടിലെ സാധാരണ ഒരു വിരുന്നുകാരനെ പോലത്തെ വിരുന്നുകാരനാകരുത്. ഇനി അവൻ പറയുന്നത് കേൾക്കാൻ അവൻ നിന്റെ വീട്ടിലെ കാര്യക്കാരനാകട്ടെ. അന്നൊരു കാനാവിലെ കല്യാണ ഭവനത്തിലാണെങ്കിൽ ദോഹ ദൈവാലയത്തിനകത്തിരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലാണ് ഇന്ന് മാതാവ് പറയുന്നത്: യേശു നിന്റെ ജീവിതത്തിൻ്റെ നാഥനാകട്ടെ. അങ്ങനെ പറഞ്ഞാൽ അതനുസരിക്കാൻ, അതിനത്ഭുതം നടക്കാൻ അതിനുള്ളൊരു ആത്മാവ് വേണ്ടേ? അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. അവർക്ക് കാഴ്ചവെക്കാനുള്ളത് വെറും പച്ചവെള്ളം, നിറവും മണവും ഗുണവും ഇല്ലാത്ത പച്ചവെള്ളം. അവർക്ക് വേണ്ടത് മണവും നിറവും ഗുണവുമുള്ള മുന്തിരിച്ചാറ്. പച്ചവെള്ളം കാഴ്ചവെച്ചപ്പോൾ മുന്തിരിച്ചാറായത് മാറിയെങ്കിൽ രുചിയും മണവും നിറവുമില്ലാത്ത നമ്മുടെ ഈ ജീവിതം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ മശിഹ വാഴ്ത്തിയാൽ അത് അനുഗ്രഹത്തിൻ്റെ ലഹരി കൊണ്ട് നിറയുക തന്നെ ചെയ്യും. ഞാൻ രാമകം പറഞ്ഞെന്ന് മാത്രം. ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ നിങ്ങളെ എഴുന്നേപ്പിച്ച് നിർത്തി പാട്ടൊക്കെ പാടിയതാണ്. ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വന്ന ആളുകളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്ന അങ്ങനത്തെ നിർദ്ദേശങ്ങളൊന്നും നിങ്ങൾ സ്വീകരിക്കണമെന്ന് നിർബന്ധമില്ല. സാധ്യമാകുമെങ്കിൽ മാത്രം. ആമുഖം ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്. ഈ 8 ദിവസത്തേക്കുള്ള ആമുഖമാണ് ഞാൻ പറഞ്ഞത്. എല്ലാ കണക്കുകൂട്ടലും തെറ്റി പ്രാർത്ഥനകൾ കൊണ്ടൊക്കെ നടക്കുമ്പോഴും യേശു വിരുന്നുകാരനാകാതെ നാഥനാകണമെന്ന ബോധ്യം അമ്മ പറയുന്നത് ജീവിതത്തിൽ സംഭവിച്ചാൽ സകല പച്ചവെള്ള അനുഭവങ്ങളും മുന്തിരിച്ചാറാകും. ഞാൻ കണ്ടിട്ടുണ്ട്. ജ്ഞാനം കുറവുള്ള കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. പൊട്ടനെന്ന് മാറ്റി നിർത്തിയവർ ജീവിതത്തിൻ്റെ മേഖലകളിൽ വാഴ്ത്തപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ജീവിതത്തിൻ്റെ മേഖലകളിൽ ഇനി ഒരു വളർച്ച ഉണ്ടാകില്ലെന്ന് കരുതിയവരുടെ ജീവിതത്തിൽ ശക്തമായി കൂമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛനീ പറയുന്ന ഭാഗം ദൈവദിവസത്തിൽ സ്വീകരിച്ച് സുറിയാനി സഭ പരിശുദ്ധ ദൈവമാതാവിനെ മുറുകെ പിടിച്ചാണ് ജീവിക്കുന്നത്. അന്ന് കുർബാന തൊഴണമെങ്കിൽ ആദ്യത്തെ വാക്ക് മറിയാം തീരത്തു എന്നാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാം. ആരോഗ്യം അനുവദിക്കുന്നവർ മാത്രം എഴുന്നേൽക്കുക, അല്ലാത്തവർ ഇരുന്നാലും കുഴപ്പമില്ല. ഇരുന്നാലും എഴുന്നേറ്റാലും നമ്മൾ പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന പോലെ പ്രാർത്ഥിക്കണം. അനുവദിക്കുന്നവർ, ആരോഗ്യമുള്ളവർ എഴുന്നേൽക്കുക, ക്ഷീണമുള്ളവർ ഇരുന്നുള്ളത്, കൈകൾ കൂപ്പി എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കണം. ഒരു വലിയ ഇടവകയുടെ ഒരു ചെറിയ പ്രാർത്ഥനക്കൂട്ടമാണ് ഇരിക്കുന്നത്. സ്വർഗം തുറക്കണമേ, ആത്മാവ് വ്യാപരിക്കണമേ. നമ്മൾ പാടുന്നൊരു പാട്ടുണ്ട്: ശുദ്ധിമതിയെ നിന്നോട് പ്രാർത്ഥന ഞങ്ങളോട് കൂടെ. ഈ പാട്ട് പാടി പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് അവനവന്റെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് കാഴ്ചവെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ശുദ്ധിമതിയെ
കർത്താവിനെ മഹത്വപ്പെടുത്തി. എൻ്റെ ദൈവമേ, നീ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ്. ഒരു നിയമജ്ഞൻ യേശുവിനോട് ചോദിച്ചു, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന? എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കേണ്ടത്? മശീഹയുടെ മറുപടി, നിന്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും നീ ആരാധിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗത്തിന്റെ വാതിൽ തുറക്കും. എവിടെ ആരാധനയുണ്ടോ അവിടെ ദൈവത്തിന്റെ വലിയ കൃപ വർഷിക്കപ്പെടാൻ തുടങ്ങും. ആരാധിക്കുന്ന ഒരു ആരാധനാലയം എപ്പോഴും ദൈവസാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കും. ആ ആരാധനയിലേക്ക് ആരെല്ലാം പങ്കുചേരുന്നുവോ അവരുടെ ജീവിതത്തിന്മേൽ സ്വർഗത്തിന്റെ വാതിൽ ഇങ്ങനെ തുറക്കും. കരുണയൊഴുകാൻ തുടങ്ങും. ആ ദൈവസന്നിധിയിലേക്ക് ഹൃദയം ഉയർത്തി, എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ രൂപം കൊള്ളുന്നതിന് മുമ്പ് എന്നെ കണ്ട് ഇന്നയോളം എന്നെ നടത്തി നിത്യതയിലേക്ക് എന്നെ കൈപിടിക്കുന്ന എൻ്റെ പ്രാണനാഥ, എൻ്റെ യേശുവേ, എൻ്റെ ദൈവമേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ആ ദൈവത്തിന് ആരാധന അർപ്പിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ കർത്താവിനെ കാഴ്ചവെക്കാം. ആരാധന, ആരാധന, എൻ്റെ യേശുവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ. കടന്നു വന്ന അങ്ങയുടെ ജനത്തിൻ്റെ മേൽ ജീവന്റെ വചനം പകരുമ്പോൾ സ്വർഗത്തിൻ്റെ കരുണാവാതിൽ തുറക്കണമേ. സൗഖ്യവും സമാധാനവും വിടുതലുമാകുന്ന അങ്ങേ സാന്നിധ്യം പകരണമേ. അങ്ങേക്ക് വേണ്ടി ബലിയായി മാറിയ യാക്കോബ് ശ്ലീഹായുടെ മധ്യസ്ഥത, മാർ ഇഗ്നാത്യോസിന്റെ മധ്യസ്ഥത, മാർ ഗ്രിഗോറിയോസിന്റെ മധ്യസ്ഥത കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിന്റെ മേൽ അഭിഷേകമായിട്ടൊഴുകണമേ. പരിശുദ്ധനായ ദൈവമേ, ആത്മാവിനെ പകരണമേ.
യേശുവിൻ നാമത്തിൽ തന്നെ ഇരിക്കരുത്. സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ തിരുവചനങ്ങളിൽ നിന്ന് അല്പസമയം നമ്മളിങ്ങനെ ഒന്ന് ധ്യാനിക്കുകയാണ്. ഞാനീ പറയുമ്പോൾ ഞാനൊരു വയനാട്ടുകാരനാണ്. അതുകൊണ്ട് ഒരു വയനാടൻ ഭാഷ ചിലപ്പം നന്നായിട്ടങ്ങ് വന്നു പോകും. രണ്ട്, ഈ പറയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ മൈക്ക് ക്ലിയർ അല്ല എങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഭാരവാഹികളോട് പറയണം, തിരിയുന്നില്ല അല്ലെങ്കിൽ പറയുന്നതിൽ കൂടുതലോ കുറവൊക്കെ ആണെങ്കിൽ. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് വളരെ ചുരുങ്ങിയ സമയം നമുക്കൊന്ന് ധ്യാനിക്കാം. നമുക്ക് 5-6 ദിവസമുണ്ട്. ഈ 5-6 ദിവസവും ചുരുങ്ങിയ സമയം വെച്ചിട്ടാണ് നമ്മൾ ഈ വചനത്തിന് വേണ്ടി പങ്കുവെക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഞാനൊരു വലിയ കേമനായ വചനം ഇങ്ങനെ പറഞ്ഞ് ജനത്തെ പഠിപ്പിക്കാൻ പറ്റിയൊരു മനുഷ്യനല്ല. കർത്താവ് ദൈവവചനം പറയാൻ അനുവദിച്ചു, അതുകൊണ്ട് ഞാൻ പറയുന്നു. എൻ്റെ ഉള്ളിലെ ആഗ്രഹം, കർത്താവെ നീ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ഈ വചനം പറയുമ്പോൾ ഒരു 10 ആത്മാക്കളെങ്കിലും ഇരിക്കുന്നത്, അതൊക്കെ ചെറിയ അഹങ്കാരമാണ്. 10 ആത്മാക്കളെങ്കിലും എൻ്റെ അക്കൗണ്ടിൽ തന്നെ മതി. സ്വർഗം എന്നോട് ചോദിക്കും, അച്ഛനായിട്ട് 25 കൊല്ലമായി എന്നാ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാത്മാവിനെ പോലും നേടിയിട്ടില്ല എന്നുള്ളതാണ് പേടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു, നമുക്കൊന്നിച്ച് ദൈവസന്നിധിയിലായിരിക്കും. ആദ്യത്തെ ദിവസത്തെ ശുശ്രൂഷയിൽ 8 നോമ്പായതുകൊണ്ട് ഞാൻ മാതാവിനെ കുറിച്ച് വളരെ ലളിതമായിട്ട് പറയാം. ഇത് ലൈവല്ല എന്ന് ഞാൻ കരുതുന്നു. ലൈവ് ആണെങ്കിൽ കട്ട് ചെയ്യണം, റെക്കോർഡ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. കാരണം ചിലപ്പോൾ പറയുന്നതെല്ലാം എന്തെങ്കിലും കുറവുള്ളതാണെങ്കിൽ പിന്നെ നമുക്ക് തിരുത്താൻ പറ്റില്ലല്ലോ. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ഖത്തറിൽ വന്നതുകൊണ്ടാണോ നിങ്ങളെല്ലാം ഇത്രയും ഗൗരവക്കരായിരിക്കുന്നത്? അതോ എന്നെ കണ്ടതുകൊണ്ടാണോ? എന്നെ ഇത്രയും ഗൗരവത്തോടെ നോക്കരുത്. ഞാൻ അല്ലെങ്കിൽ തന്നെ ഇച്ചിരി പേടിയുള്ള ആളാണ്. അതുകൊണ്ട് ഇച്ചിരി മയമായിട്ട് നോക്കുകയാണെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവും. ജോലി ഭയങ്കര ടെൻഷനുള്ളതായിരുന്നു, അതായിരിക്കും അല്ലേ? എന്താണെങ്കിലും ഞാൻ നിങ്ങളെ അങ്ങനെ കാണുന്നില്ല. പക്ഷെ നിങ്ങളുടെ പല നോട്ടവും ഈ മെനകെട്ടവൻ എന്നെ ഈ പറയാൻ പോണേ എന്ന ഭാവത്തിലാണ് എന്നെനിക്കറിയാം. മാതാവിൻ്റെ മധ്യസ്ഥതയിൽ നമ്മളിന്ന് ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ട മകൻ ഇന്ന് വായിച്ചു കേട്ട ആ ഭാഗം, സുവിശേഷ ഭാഗത്തിൽ നിന്നുകൊണ്ട് ഞാനിങ്ങനെ ഒന്ന് പറയാം. നിങ്ങൾ വിഷമിക്കേണ്ട, കൃത്യസമയത്ത് തന്നെ നിർത്തും. അച്ഛൻ എന്നോട് പറഞ്ഞു ആൾക്കാർക്ക് ജോലിക്ക് പോകേണ്ടതാണ്, അതുകൊണ്ട് 11 മണിക്ക് തന്നെ നിർത്തിയേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ നിർത്തിയേക്കാം. ഇപ്പം തന്നെ ചിലർ പരിപാടി നിർത്തിയില്ല, കൃത്യസമയത്ത് നിർത്തും. 11 മണി ഞാൻ വെറുതെ പറഞ്ഞത്. നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. അത്യാവശ്യം വേദപുസ്തകമൊക്കെ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു അല്ലേ? എനിക്ക് ഒരു തനി നാടൻ ഭാഷയാണ്. പിന്നെ വലിയ കഥകളും വലിയ സംഭവങ്ങളൊന്നും പറയാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് ഭാഷയും വളരെ ലളിതമാണെന്നാണ് എൻ്റെ വിചാരം. ഇങ്ങനെയൊക്കെ പറയാൻ എനിക്ക് കുറച്ചൊക്കെ അറിയാം. അനാദ്യന്തമായ കൃപയുടെ ഗതകാല പൈതൃകത്തിൻ്റെ അതിമഹനീയമായ അങ്ങനെയൊക്കെ പറഞ്ഞൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് നമുക്ക് ആ ലളിതമായ രീതിയിൽ ഒന്ന് കേട്ടുപോകാം. പിന്നെ പ്രസംഗത്തിൻ്റെ മറ്റേ സംഭവമൊക്കെ ഇങ്ങനെ ഒന്ന് കുറേ വൈബ്രേഷൻ കിട്ടിട്ട് അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളൊന്നും നമുക്ക് കേട്ടുപോകാം. മാതാവിൻ്റെ മധ്യസ്ഥതയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ എന്ത് ഇങ്ങനെ സുറിയാനി സഭയുടെ മുമ്പിൽ നിൽക്കുന്നു? പരിശുദ്ധ അമ്മയെ ചേർത്ത് മുമ്പിൽ നിർത്തിയിട്ടാണ് സുറിയാനി സഭ അതിൻ്റെ ആത്മീക ജീവിതം നടത്തുന്നത്. എന്താണ് പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത്? ദൈവദിവസത്തിൽ നമ്മളൊന്ന് ധ്യാനിക്കുകയാണ്. മറിയം ഹന്ന യൂയാക്കിൻ ദമ്പതികളുടെ മകളാണ്. വാർദ്ധക്യത്തിലുണ്ടായ മകളാണ്. കുഞ്ഞുങ്ങളില്ലായിരുന്നു, നേർച്ച നേർന്നുണ്ടായതാണ്. സാധാരണ നേർച്ച നേരുമ്പോൾ ആൺപിള്ളേരാണ് ഉണ്ടാവുന്നത്. അന്ന് പെങ്കൊച്ചാണ് ഉണ്ടായത്. ആണായാലും പെണ്ണായാലും ദൈവത്തിൻ്റെയാണ്. അതുകൊണ്ട് അതിന് ദൈവസന്നിധിയിൽ കാഴ്ചവെച്ചു. അവരോട് പറഞ്ഞു, നീ ഒരു വ്രതക്കാരിയെ ജീവിക്കണം, പുരുഷനെ അറിഞ്ഞ് ജീവിക്കാനുള്ളതല്ല നിന്റെ ജീവിതം. അങ്ങനെ മറിയത്തെ ദൈവാലയത്തിൽ കൊണ്ടു കൊടുത്തു. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ദൈവാലയത്തിൽ വളർത്തുന്ന ഒരു പാരമ്പര്യം അന്നുണ്ടായിരുന്നു. പെൺകുട്ടികൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പീരീഡ്സ് ആരംഭിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികളെ തിരിച്ച് ഭവനത്തിലേക്ക് വിടും. ആൺകുട്ടികളെ പള്ളിയിൽ നിർത്തും നിറച്ചക്കാരെ. എന്നാൽ മറിയത്തിന് ഇപ്പോൾ വിടാൻ പറ്റുന്നില്ല. കാരണം മറിയത്തിന് ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ല. ഹന്ന യൂയാക്കിൻ മരിച്ചു, പ്രായമുള്ളവരായിരുന്നു. അപ്പോൾ ദൈവാലയത്തിൽ പുരോഹിതന്മാർ കഴിക്കുന്ന അപ്പമൊക്കെ കഴിച്ച് ജീവിക്കണം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പാടുന്ന ദൈവത്തിൻ്റെ വൈദികന്മാരാദരവോടെ കാഴ്ചയപ്പം നൽകി നിന്നെ പള്ളിയിൽ പോറ്റി. ഇങ്ങനെയൊക്കെ പിതാക്കന്മാർ പാടാനുള്ള കാരണം അങ്ങനെയാണ് ജീവിക്കുന്നത്. അങ്ങനെ മറിയം ഒരു ദിവസം ദൈവാലയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതനായ ഗബ്രിയേൽ വന്നു. നമുക്കറിയാം, ഗബ്രിയേൽ വന്നിട്ട് പറഞ്ഞു, മറിയം
ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു, സമാധാനം. അടുത്ത വാക്യം, നീ ഒരു മകനെ പ്രസവിക്കും. മറിയം വിറച്ചു. അല്ല, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. മറിയത്തിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ്. വിവാഹ നിശ്ചയം പുരുഷ ജീവിതം നയിക്കാനായിട്ടില്ല. ഈ മറിയത്തിന് ഒരു സംരക്ഷണം വേണം. കാരണം ഒരു കന്യകയായിട്ട് ജീവിക്കാൻ ഒത്തിരി നിബന്ധനകളുണ്ട്. കന്യകമാർ കൊട്ടാരത്തിലാണ്, കാരണം രക്ഷകൻ വരുമല്ലോ. പാവപ്പെട്ട വീട്ടിലെ പിള്ളേരൊന്നും കന്യകയായിട്ട് ജീവിക്കാൻ പാടില്ല. അതുകൊണ്ട് ഒരു വൃദ്ധനായ മനുഷ്യനെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഭാര്യ പദവി, കുറച്ച് കഴിയുമ്പോൾ ഭർത്താവ് മരിച്ച വിധവ, അങ്ങനെ ജീവിക്കാം. മറിയം നിൽക്കുകയാണ്, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. മറിയം പേടിച്ച് വിറച്ചുപോയി. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് നിൽക്കുമ്പോൾ, നിങ്ങൾ ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടുത്തെ അച്ഛൻ പറയാണ്, ഓ ദൈവം അനുഗ്രഹിക്കട്ടെ, നീ ഒരു ആൺകൊച്ചിനെ പ്രസവിക്കും, പേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പറ, അതിൻ്റെ പ്രസംഗത്തിനൊരു കുഴപ്പമുണ്ട്. ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാലേ അങ്ങോട്ട് വരുള്ളൂ. ഉത്തരം പറയണമെന്നില്ല, എന്തെങ്കിലും പറഞ്ഞാൽ മതി. പേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആ അച്ഛൻ കല്യാണം കഴിഞ്ഞിട്ട് ആ കൊച്ചിനെ കിട്ടുമെന്ന് അച്ഛൻ ദർശനം കിട്ടിയതാണ്, സന്തോഷം. മറിയം പേടിച്ച് ഉറച്ചുപോയി. എന്തോ ഈ പറയുന്നത്? ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലല്ലോ, എൻ്റെ ജീവിതം അതിനുള്ളതല്ലല്ലോ, എൻ്റെ അമ്മായും അപ്പായും എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ഞാൻ അങ്ങനെ ജീവിക്കാനുള്ളതല്ലല്ലോ. ഗബ്രിയേൽ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും, യേശു എന്ന് പേരിടണം, തന്റെ ജനത്തെ പാപത്തിൽ നിന്ന് മോചിക്കാനുള്ളവനാണ് അവൻ. ഗബ്രിയേൽ ഇങ്ങനെ പറയുന്നു, മറിയം ഇത് കേൾക്കുന്നു. മറിയത്തിന്റെ തലക്കകത്തോടെ ഒരു 5-6 ചിന്തകൾ പട്ടപ്പെട്ടാന്നങ്ങ് മിന്നിപ്പോയി. അത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ. മറിയം ചിന്തിച്ചു, ഇയാൾ എന്തോ ഈ പറയുന്നത്? നാളെ മുതൽ ഞാനൊരു ഗർഭിണിയാണെന്ന് ഈ നാടറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാര്യം പോട്ടെ, ചിലപ്പോൾ കല്ലെറിഞ്ഞ് പോലും ഇരിക്കും. ഇനി കല്ലെറിഞ്ഞ് കൊന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന കൊച്ചിൻ്റെ അവസ്ഥ എന്താണ്? ഈ 2025 പോലും ഇടറിപ്പോയ ജീവിതത്തിൽ നിന്നുണ്ടാകുന്ന ഒരു കൊച്ചിന്റെ വില നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ആ സെമറ്റിക് കൾച്ചർ ആലോചിച്ച് നോക്ക്. അങ്ങനെ ഒരു കുട്ടി ഉണ്ടായാലും അതിന്റെ അവസ്ഥ എന്താണ്? മറിയം ചിന്തിച്ച ചില കാര്യങ്ങൾ ഞാനിങ്ങനെ പറയുകയാണ്. മറിയം ഭാവനയിൽ കണ്ടു, എന്തോ ഇയാൾ പറയുന്നത്? അങ്ങനെ ഒരു കൊച്ചു ജനിച്ചു കഴിഞ്ഞാൽ അവന് വല്ല വിലയുണ്ടാവും. അവനിങ്ങനെ പോകുമ്പോൾ ആളുകൾ പറയില്ലേ, പിഴച്ചവൻ, അവന് വല്ല വിലയുണ്ടാവും ആളുകളുടെ ഇടയിൽ. 2, അവൻ ഏതെങ്കിലും ഒരു പദവിയിൽ ഇരിക്കാൻ പറ്റുമോ? അവൻ ഏതെങ്കിലും ഒരു പദവിയിൽ ഇരുന്ന നാട്ടുകാർ പറയും, ഇരിക്കുന്നിട്ടില്ലേ പിഴച്ചവൻ. 3, ആരാ നിന്റെ അപ്പനെന്ന് ചോദിച്ചാൽ എന്താ പറയാ? ചൂണ്ടിക്കാണിക്കാൻ ഏതെങ്കിലും ഒരാൾ വേണ്ട. ആരെ ചൂണ്ടിക്കാണിക്കും? 4, ഇവൻ എന്തെങ്കിലും ഒരു കാര്യം തട്ടിക്കൂട്ടിയാൽ അതവന് നിലനിർത്താൻ പറ്റുമോ? ഈ സമൂഹത്തിൽ പിഴച്ചവൻ നേതൃത്വം കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും അത് അംഗീകരിക്കുമോ? 5, ഇനി അവൻ എന്തെങ്കിലും നിലനിർത്തിയാൽ തന്നെ അത് നിലനിൽക്കുമോ? ഇങ്ങനത്തെ കുറെ ചിന്തകൾ മറിയത്തിൻ്റെ ഉള്ളിലൂടെ. ഇവൻ എന്തായിത്തീരും? ഇവന് ആരുടെ മകനെന്ന് വിളിക്കും? ഇവന് വല്ല വിലയുണ്ടാകുമോ? ഇവൻ പറഞ്ഞാൽ ആരെങ്കിലും അനുസരിക്കുമോ? ഈ കൊച്ചെങ്ങനെ മുന്നോട്ട് പോകും? ഇതിന് ജീവിക്കാൻ അനുവദിക്കുമോ? അങ്ങോട്ട് ശ്രദ്ധിക്കണം, കർത്താവിന് നിദ്ര പ്രാപിച്ചു പോകരുത്. ഇങ്ങനത്തെ ചില ചിന്തകൾ മറിയത്തിന്റെ തലക്കകത്തോടെ മിന്നി മറിഞ്ഞു പോകുമ്പോൾ കർത്താവിന്റെ ദൂതൻ പരിശുദ്ധ മറിയത്തോട് പറഞ്ഞു, ഈ വചനം ഞാൻ നിനക്ക് തരുന്നത് 5 സമ്മാനങ്ങളിൽ പൊതിഞ്ഞാണ്. എത്ര? പറയടാ. 5 സമ്മാനങ്ങളിൽ പൊതിഞ്ഞാണ്. ഒന്ന് നീ ചിന്തിച്ചില്ലേ ഇവൻ എന്തായി തീരുമെന്ന്? കേട്ടോ, അതപ്പം നേരത്തെ കൊച്ചു വായിച്ചത് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 32 മുതലുള്ള തിരുവചനം. 1, അവൻ വലിയവനായിരിക്കും. അവൻ ബി ഗ്രേറ്റ് വിൽ ബി ഗ്രേറ്റ്. അവൻ വലിയവനായിരിക്കും. 2, നീ ചിന്തിച്ചില്ലേ അവൻ ആരുടെ മകനാണ്? കേട്ടോ, അത്യുന്നതന്റെ പുത്രൻ എന്ന് അവൻ വിളിക്കപ്പെടും. സൺ ഓഫ് മോസ്റ്റ് ഹൈ. അത്യുന്നതന്റെ പുത്രൻ എന്ന് അവൻ വിളിക്കപ്പെടും. 3, അവന്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചത്? അവൻ എവിടെ ഇരിക്കും എന്ന് ചിന്തിച്ചത്? അവൻ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. ത്രോൺ ഓഫ് ഡേവിഡ്. ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. അടുത്തത്, അവൻ എന്നാ ചെയ്യുമെന്നല്ല നീ കരുതിയത്? യാക്കോബിന്റെ ഭവനത്തെ അവൻ ഭരിക്കും. യാക്കോബിന്റെ ഗൃഹത്തെ അവൻ ഭരിക്കും. 5, അവനെ ആരെങ്കിലും നിലനിർത്തുമെന്നല്ല നീ ചിന്തിച്ചത്? അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെന്തിനാ ഞാൻ പറഞ്ഞെന്നറിയോ? ഞാനൊരു പെന്തക്കോസ്തുകാരനായിട്ട് പറഞ്ഞല്ല. എന്തിനാ പറയുന്നറിയോ? ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇത് കേൾക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കേൾക്കണം. 5 വാഗ്ദാനങ്ങളാണ് ദൈവദൂതൻ മറിയത്തിന് കൊടുത്തത്. 1, അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കും, യാക്കോബിന്റെ ഭവനത്തെ ഭരിക്കും, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല.
ഇപ്പം മറിയത്തിന് തോന്നി, കൊള്ളാലോ, ഇത്രയും വാഗ്ദാനങ്ങളാണോ എൻ്റെ കുതിരത്തിൽ കിടക്കുന്ന കൊച്ചിന് തരാൻ പോകുന്നത്? അപ്പം മറിയ ഒരു ചോദ്യം ചോദിച്ചു, ഹൗ ഇറ്റ് വിൽ ബി? ഇതെങ്ങനെ പറ, ഇതെങ്ങനെ? ഞാൻ പുരുഷനെ അറിയുന്നില്ല, ഇതെങ്ങനെ സംഭവിക്കും? അതൊരു വലിയ ചോദ്യമാണ്. എൻ്റെയും നിങ്ങളുടെയും തലയിലൂടെ പോകുന്ന ചോദ്യമാണ്. ഈ വീട് രക്ഷപ്പെടൂ? ഈ ഭർത്താവ് നന്നാവോ? ഈ ഭാര്യ ശരിയാവോ? ഈ മക്കള് ശരിയാവോ? ഈ ബിസിനസ് ശരിയാവോ? ഈ ജോലി മുന്നോട്ട് പോകുമോ? എൻ്റെ കാര്യം നടക്കുമോ? ഉത്തരം ഉടനെ ദൂതൻ പറയുകയാണ് രണ്ട് കാര്യങ്ങൾ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ എന്തിനാ ഇത് പറയണമെന്നറിയോ? നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തന്നെ സ്വീകരിക്കണം. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. മറിയ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്തെന്നറിയോ? എങ്ങനെന്നറിയോ? മറിയം ഇത് കേട്ടപ്പോൾ മറിയം പറഞ്ഞു, ആണോ, ഇതാ കർത്താവിന്റെ ദാസി, അവിടുത്തെ ഇഷ്ടം എന്നിൽ സംഭവിക്കട്ടെ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ സംഭവിക്കട്ടെ. കഴിഞ്ഞു. ദൂതൻ പോയി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ പ്രസംഗത്തിന്റെ വിഷയാവതരണം കഴിഞ്ഞു. എത്ര വാഗ്ദാനം ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞ? 5 എടുക്കുന്നു. 5 വാഗ്ദാനങ്ങൾ പൊതിഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ മറിയം ഇങ്ങനെ ചിന്തിച്ചു, അല്ല, കല്യാണം നിശ്ചയിച്ചിരിക്കുന്ന യൂസഫുമായിട്ടാണ്, വലിയ വിഷയം ഉണ്ടാവുമോ? കുടുംബത്തിൽ സംശയം കയറിയിട്ടുണ്ട്. അല്ല, ദൂതൻ പറഞ്ഞ 5 വാഗ്ദാനം എനിക്കറിയാം. യൂസഫിനേക്കാൾ വലുതാണ് ദൈവദൂതൻ പറഞ്ഞ 5 വാഗ്ദാനങ്ങൾ. അല്ല, നാളെ ഞാൻ പിഴച്ചവളായതുകൊണ്ട് ആരെങ്കിലും കല്ലെറിയില്ല. 5 വാഗ്ദാനങ്ങൾ. വേശ്യ എന്ന് വിളിച്ച് എന്നെ പരിഹസിക്കും, സാരമില്ല, 5 വാഗ്ദാനങ്ങൾ. മറിയം ഇതിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വിവാഹം കഴിഞ്ഞു. ബെത്ലഹേമിലേക്കുള്ള യാത്രയിൽ പ്രസവിക്കാൻ പോലും ഇടം കിട്ടുന്നില്ല. അങ്ങനെ കുരിരുട്ടത്തൊരു തൊഴുത്തിന്റെ പുറകിൽ പ്രസവിച്ച കുഞ്ഞിനെ പുൽത്തൊട്ടി കിടത്തി. രക്തവാർച്ച കഴിഞ്ഞ് ഒരു പ്രസവം കഴിഞ്ഞ്, പ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC കാറിൽ പോയിട്ട് വലിയ ഹോസ്പിറ്റലിലല്ല പ്രസവിക്കുന്നത്, നടന്ന് പാണ്ടക്കെട്ട് എടുത്ത് കൊണ്ടുപോയി ക്ഷീണിച്ച ശരീരമാണ് പ്രസവിക്കുന്നത്. പ്രസവിച്ചിട്ട് നിങ്ങൾക്കൊക്കെ ഇവിടെ പ്രസവം കഴിഞ്ഞാൽ എത്ര ദിവസം ലീവില്ലേ? ദിവസം എത്രയാ? 1 കൊല്ലം. നമ്മുടെ ഇവിടെയൊക്കെ 90 ദിവസം. 90 ദിവസം റെസ്റ്റ് എടുത്താലും ക്ഷീണം മാറുന്നില്ല. മറിയം പ്രസവിച്ചിട്ട് ശരീരത്തിൽ നിന്ന് രക്തവാർച്ച തീരുന്നതിന് മുമ്പ് ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് മിസ്രൈമിലേക്ക്, നസറത്തിലേക്ക് നെട്ടോട്ടം ഓടുകയാണ്. എന്താ കാര്യം അറിയോ? ഹെറോദ രാജാവ് ദൂതന്മാരെ വിട്ടിരിക്കുകയാണ് വാളുകൊണ്ട് ഈ കൊച്ചിനെ കൊല്ലാൻ വേണ്ടി. ഹെറോദാവിന്റെ പട്ടാളക്കാര് വാളുകൊണ്ട് വരുമ്പോൾ കുഞ്ഞിനെ മാറോട് ചേർത്തടച്ചുകൊണ്ട് മറിയം മുന്നോട്ട് പോകുമ്പോൾ മറിയത്തിനറിയാം, ഈ കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ ഹെറോദാവിന്റെ പട്ടാളക്കാർക്ക് കഴിയില്ല. 5 വാഗ്ദാനങ്ങൾ ഇതിന്റെ മേലെ കിടപ്പുണ്ട്. ശരിയാണോ ഞാൻ പറയണത്? അച്ഛന്മാർ പറയണൊക്കെ ശരിയാ. ഞങ്ങൾ കഴിഞ്ഞ് കഞ്ഞി കുടിച്ച് വീട്ടിൽ പോകണം. ഈ ഭാവത്തിൽ ഇരിക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5 വാഗ്ദാനം മറിയത്തിന് ഉറച്ചിരിക്കുകയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഈ കൊച്ചിനെ കൊണ്ട് ദൈവാലയത്തിൽ ചെന്നു. ഈ കൊച്ചുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും മറിയത്തിന് അസ്വസ്ഥതയാണ്. അവിടെ കൊല്ലാൻ വരുന്നു, ഇവിടെ പ്രശ്നങ്ങൾ, ഒരു സമാധാനമില്ല. അപ്പോൾ പള്ളിയിൽ ഒരു അച്ഛൻ ഈ കൊച്ചിനെ എടുത്തു. ആ പള്ളിയിൽ ഒരു വൃദ്ധനായ ശമൂഹൻ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ കൊച്ചിന് വല്ല ജലദോഷമോ തുമ്മലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പള്ളിയിൽ കൊണ്ടുവന്നിട്ട് ഈ ഫെമിനച്ചിന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ കൊണ്ടുവരുന്ന വിചാരിക്കുക. അച്ഛൻ എന്ത് പറയണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? ഉറക്കത്തിൽ ഭയങ്കര കരച്ചിലാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു കൊണ്ടുവരുമല്ലോ. ഇപ്പൊ എന്നാ പറയണമെന്ന് ആഗ്രഹം? ഈ മെനക്കെട്ടോ നിങ്ങൾക്ക് തലവേദനയാണ് എന്ന് പറയണതാണോ? ഇല്ല, സാരില്ല, എല്ലാം ശരിയാവും, അങ്ങനെ പറയണതല്ലേ? ഈ കൊച്ചിനെ കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ വൃദ്ധനായ ശമൂഹൻ കൊച്ചിനെ മറിയത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങി. ശമൂഹൻ കൊച്ചിന്റെ നേരെ നോക്കി, ആകാശത്തിലേക്ക് നോക്കി, കൊച്ചിന്റെ നേരെ നോക്കി, ആകാശത്തിലേക്ക് നോക്കി. മറിയത്തോട് പറഞ്ഞു, ഇവൻ നിന്റെ നെഞ്ചിലൂടെ ഒരു കുന്തം കയറ്റും, വാള് കയറ്റും. ഈ കൊച്ചു നിന്റെ നെഞ്ചിലൂടെ വാള് കയറ്റുന്ന കൊച്ചാണ്. അപ്പൊ മറിയ ഉള്ളിൽ പറഞ്ഞു, വാള് കയറ്റിയാലും 5 വാഗ്ദാനങ്ങൾ ഈ കൊച്ചിനെ പൊതിഞ്ഞിട്ടുണ്ട്. കൊച്ചിങ്ങനെ വളരുകയാണ്. ഒരു ദിവസം കൊച്ചിനെ കാണുന്നില്ല. പള്ളിയിൽ പോയപ്പോൾ തിരിച്ചു വന്നപ്പോൾ കൊച്ചിനെ കാണുന്നില്ല. പെരുന്നാളിന് കുടുങ്ങിപ്പോയി. എല്ലാവരും നട്ടോട്ട് കൊടുക്കണം. പക്ഷെ മറിയത്തിനറിയാം, അന്വേഷിച്ചാൽ കിട്ടും. ഈ കൊച്ചിന്റെ പുറകിൽ എത്ര വാഗ്ദാനമുണ്ട്? ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. എത്രയുണ്ട്? 5 വാഗ്ദാനങ്ങളുണ്ട്. അടുത്തത് ഒരു ദിവസം മറിയം സിറ്റ് ഔട്ടിൽ എന്തോ ഇരിക്കുകയാണ്. എന്തോ നെല്ല് പറ്റിക്കൊണ്ടോ എന്തോ ബ്രേക്ക്ഫാസ്റ്റ് എന്തോ ഉണ്ടായിക്കൊണ്ട് സിറ്റ് ഔട്ടിൽ അവിടെ ഇരിക്കുകയാണ്. അത് നോട്ട് എഴുതരുത്, ഞാൻ എൻ്റെ ഒരു ഭാവനയെ പറഞ്ഞു. അങ്ങനെ മറിയം ഇരിക്കുമ്പോൾ പള്ളി കഴിഞ്ഞ് കുറേ ചേച്ചിമാർ പോകുന്നുണ്ട്. സമാജം കഴിഞ്ഞ് പോകണമായിരിക്കും. മറിയത്തിന്റെ വീടിന്റെ അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു, അറിഞ്ഞോ എന്നാ ഇന്ന് പള്ളിയിൽ കൽപ്പന വായിച്ചു. എന്താ വായിച്ചേ? ആ മറിയം പ്രസവിച്ച കൊച്ചില്ലേ,
അത് പിശാച് ബാധിതനാണ്, ബെൽസെബൂൽ ബാധിച്ചിരിക്കുന്നു, ഭ്രാന്തനാണ്. ഇവിടെ ഇരിക്കുന്ന ഏത് വ്യക്തിക്കാണ് നിങ്ങളുടെ മക്കളെ കുറിച്ച് നാട്ടിൽ ഇത്രയും ഹീനമായ ഒരു വാർത്ത വന്നാൽ സമാധാനം ഉണ്ടായില്ല? അവരങ്ങനെ പറഞ്ഞങ്ങ് പോയപ്പോൾ മറിയം നെഞ്ചിൽ സമാധാനം കണ്ടു. എൻ്റെ കുഞ്ഞിന് ബെൽസെബൂൽ ബാധിച്ചെന്നും എൻ്റെ കുഞ്ഞ് ഭ്രാന്തനാണെന്നും പിഴച്ചവനാണെന്നും കൊല്ലപ്പെടേണ്ടവനാണെന്നും നിങ്ങൾ പറഞ്ഞാലും എനിക്കൊരു ധൈര്യമുണ്ട്. ദൈവത്തിൻ്റെ ദൂതൻ ഈ കൊച്ച് ആരായിത്തീരുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയണ മനസ്സിലാവുന്നുണ്ടോ? ഈ ഉറപ്പിലാണ്. അങ്ങനെ മറിയം ഒരു ദിവസം നിൽക്കുമ്പോൾ ഒരാൾ ഓടി കതച്ചു വന്നു. മറിയം ചോദിച്ചു, എന്തേ അയാള്? അമ്മ അറിഞ്ഞു? ഇല്ല. ചതിച്ചു. ആര്? യൂദ. എന്തേ? ഒറ്റ കൊടുത്തു. എന്നിട്ടോ പിടിച്ചോണ്ട് പോയി. നീ കണ്ടു? അങ്കലാപ്പിലായുള്ള കൊണ്ടുപോയി, പടയാളികൾ പിടിച്ചോണ്ട് പോയി. ആ യൂദ ചതിച്ചു. മറിയം ഒന്ന് പേടിച്ചെങ്കിലും മറിയത്തിന്റെ ഉള്ളിൽ ഒരു ധൈര്യമുണ്ട്. സാരമില്ല, യൂദ ചതിച്ചാലും പീലാത്തോസിന്റെ പട്ടാളം പിടിച്ചോണ്ട് പോയാലും എന്റെ കൊച്ചിനെ കുറിച്ച് സ്വർഗത്തിനൊരു പദ്ധതിയുണ്ട്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പിന്നെ ഓടി വന്നു. അമ്മേ അറിഞ്ഞോ? മറിയം ചോദിച്ചു, എന്നെ മോനെ ചതിച്ചു. എന്നെ പറ്റി? കൊട്ടാരത്തിൽ നിന്ന് വിധി വന്നു. വെറുതെ വിട്ടോ? ഇല്ല, കാൽവറി കൊണ്ട് കൊല്ലാൻ തീരുമാനിച്ചു. കൊണ്ടോണ കണ്ടാലേ വന്നേ. അമ്മ ഒരുങ്ങ് വാപ്പുവോ? കുറുപ്രാവ് കുറുകുന്നത് പോലെ തേങ്ങി മറിയം കാൽവറി കൊലക്കളത്തിലേക്ക് ചെല്ലുമ്പോൾ കാൽവറിയുടെ കൊലക്കളത്തിൽ മറിയം കാണുന്ന ഒരു കാഴ്ചയുണ്ട്. നമ്മുടെ കേരളത്തിലൊക്കെ ഇറച്ചിക്കടകളിൽ മാട്ടിറച്ചി വെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് പോലെ തന്റെ ഓമനപുത്രനെ 2 കള്ളന്മാരുടെ നടുവിൽ ശരീരം മുഴുവൻ മുറിവേറ്റ് പ്രാണൻ വിടുവാൻ തക്കവണ്ണം അതിഭയങ്കരമായ രീതിയിൽ ആണിയടിച്ച് തൂക്കിയിട്ടിരിക്കുകയാണ്. മറിയം ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി. മറിയത്തിന്റെ നേരെ ചതഞ്ഞ കണ്ണുമായിട്ട് യേശു ഇങ്ങനെ നോക്കി. മറിയം ഒന്ന് ശ്രദ്ധിച്ചു, എന്തോ ഈ പറയണേ? ചുണ്ടനങ്ങുന്നുണ്ട് യേശുവിന്റെ. എന്നെ പറഞ്ഞെന്നറിയോ? സ്ത്രീയെ ഇതാ നിന്റെ മകൻ. യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചിട്ട് യോഹന്നാനോട്, യോഹന്നാൻ നിന്റെ അമ്മ. മറിയം ഇങ്ങനെ ധരിച്ചു നിന്ന് എന്തോ ഈ പറയുന്നത്? അപ്പൊ അടുത്ത വാക്ക്, എല്ലാം നിവൃത്തിയായി. ഇതൊക്കെ സംഭവിക്കുമ്പോഴും മറിയത്തിന് ഒരുപക്ഷെ അറിയാം 5 വാഗ്ദാനങ്ങൾ എൻ്റെ കുഞ്ഞിനെ കുറിച്ചുള്ള ദൈവപദ്ധതി നടക്കും. അടുത്ത നിമിഷം യേശു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, പിതാവേ എല്ലാം നിവൃത്തിയായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറിയം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു. എല്ലാം നിവൃത്തിയായെന്ന് പറഞ്ഞിട്ട് തലയാഴ്ച മരിച്ചു. ഇനി നിങ്ങൾ എന്നോട് പറ, മറിയത്തിന് കിട്ടിയ ഏതെങ്കിലും വാഗ്ദാനം പൂർത്തീകരിക്കപ്പെട്ടോ? ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ അന്തം വിട്ടുപോയി. മറിയം ക്രിസ്തുവിന്റെ അവസാന ശ്വാസം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, 33 വർഷം മുമ്പ് ആ ദൈവാലയത്തിൽ ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗബ്രിയേൽ എന്ന് പറഞ്ഞ ദൂതൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, മറിയം നിന്റെ മകൻ വലിയവനായിരിക്കും. ഈ 2 കുറ്റവാളികളുടെ ഇടയിൽ ഏറ്റവും ഹീനനായി കിടക്കുന്ന ഇവനെ കണ്ടിട്ടാണോ വലിയവനായിരിക്കുമെന്ന് പറഞ്ഞത്? അന്ന് ആ ദൈവദൂതൻ എന്നോട് പറഞ്ഞു, നിന്റെ മകൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. മറിയം ശ്രദ്ധിച്ചപ്പോൾ കേൾക്കുന്നത് ക്രിമിനൽ എന്ന് വിളിക്കുന്നതാണ്. ഇതാണോ അത്യുന്നതന്റെ പുത്രൻ? ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്നാണ് എന്നോട് പറഞ്ഞത്. ഈ 2 മരക്കഷ്ണമാണോ ദാവീദിന്റെ സിംഹാസനം? യാക്കോബിന്റെ ഭവനത്തെ ഭരിക്കുമെന്നാണല്ലോ എന്നോട് പറഞ്ഞത്. യാക്കോബിന്റെ ഭവനത്തെ ഭരിക്കുന്നവൻ ഇതാ മരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, മരിക്കുന്നു. അവന്റെ രാജ്യം അവസാനിക്കുന്നില്ലെന്നാണല്ലോ എന്നോട് പറഞ്ഞത്. അവന്റെ ശ്വാസം തന്നെ അവസാനിച്ച്. ഗബ്രിയേൽ പറഞ്ഞത് വല്ലതും നടന്നു. മറിയത്തിന്റെ മുഴുവൻ പ്ലാന് പൊളിഞ്ഞു. ഞാൻ പരിശുദ്ധ കന്യകമറിയാമിന്റെ ജീവിതത്തെ കുറിച്ചല്ല പറയുന്നത്. ഒരു പക്ഷേങ്കിൽ ഈ ദൈവാലയത്തിനകത്തിരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ചില മേഖലകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പദ്ധതി മുഴുവൻ പൊളിഞ്ഞ മനുഷ്യർ, കണക്കുകൂട്ടലുകൾ തെറ്റിയ മനുഷ്യർ, എത്ര പ്രതീക്ഷയോടെ കുടുംബജീവിതം ആരംഭിച്ചത്,
എത്ര പ്രതീക്ഷയുടെ മക്കളെ വളർത്തിയത്, എത്ര പ്രതീക്ഷയുടെ ജോലി തുടങ്ങിയത്, എത്ര പ്രതീക്ഷയോടാണ് ജീവിതം ക്രമീകരിച്ചത്. അപ്രതീക്ഷിതമായി വന്ന രോഗം, അപ്രതീക്ഷിതമായി വന്ന മരണം, അപ്രതീക്ഷിതമായി വന്ന തകർച്ചകൾ, നമ്മളങ്ങ് സ്റ്റക്കായി. മനുഷ്യന്റെ പദ്ധതികളെല്ലാം പൊളിഞ്ഞു. ഇപ്പം മറിയത്തിന്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങളാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നറിയാൻ പറ്റില്ല. ഞാനാണെങ്കിൽ ഇപ്പൊ 2-3 അസുഖം ഉണ്ടെന്ന് തുടങ്ങും. ആ അസുഖത്തിന്റെ പേരാണ് സ്ട്രെസ്, ടെൻഷൻ, ആൻസൈറ്റി, ഫാറ്റിഗ്. കുറെ അസുഖങ്ങളെന്ന് വരാൻ തുടങ്ങും. എന്നാ ചെയ്യേണ്ടതെന്നറിയില്ല. ആകുലത, ഉത്കണ്ഠ, ഭയം, നിരാശ. ഇനി എന്നാ ചെയ്യും? ജീവിതത്തിന്റെ പദ്ധതിയും പ്ലാനും പൊളിഞ്ഞു. ഇനി എന്നാ ചെയ്യും? സകല കൂമ്പും കരിഞ്ഞു. ഇനി എന്നാ ചെയ്യും? ഞാനൊക്കെ ചെയ്യാൻ സാധ്യതയുള്ള പരിപാടി, പ്രസംഗിക്കാനൊക്കെ പോകുന്നുണ്ട്. എന്ത് ചെയ്യുന്നറിയോ? ഇതുപോലൊരു മൈക്ക് എടുക്കും. എന്നിട്ട് ആൾക്കാരോട് പറയും, പ്രിയപ്പെട്ടവരെ 33 വർഷം മുമ്പ് ഞാനൊരാലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പം ഗബ്രിയേൽ എന്ന് പറഞ്ഞ ഒരുത്തം വന്നു. ഇനി അവനെ കണ്ടാ വിട്ടേക്കരുത്. അല്ലേ? ഗബ്രിയേലിനെതിരാവും. നീ ഗബ്രിയേലിനെ കണ്ടാൽ ഗബ്രിയേലിന് വെറുതെ വിടുകയില്ല. വിശ്വാസം പോകും, നിരാശ തലേ കയറും. ആത്മഹത്യ ചെയ്താൽ മതി, ലോകം അവസാനിച്ചാൽ മതി, ജീവിതം ഒന്ന് തീർന്നാൽ മതി. ഇങ്ങനെ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങും. പിന്നെ ഉറങ്ങണമെങ്കിൽ ഉറക്ക ഗുളിക വേണം. പിന്നെ ഒരൊറ്റ ചിന്ത, എങ്ങനെയെങ്കിലും ഒന്ന് ചത്ത് കിട്ടിയാൽ മതി. ചില ആളുകൾ അങ്ങനെയാണ് ആത്മഹത്യയിലേക്ക് ഓടുന്നത്. ഞാനീ പറഞ്ഞത് നിങ്ങളുടെ വല്ല ബന്ധമുണ്ടോ? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇങ്ങനെ വരും. എങ്ങനെയാണ് ഇവിടെ കൈകാര്യം ചെയ്യുക? അതാണ് 8 നോമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, ദൈവത്തിന് സ്തുതി. പറഞ്ഞേ, ദൈവത്തിന് സ്തുതി. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. കർത്താവായ യേശുവേ, എല്ലാവരും ഉറക്കെ പറയണം, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ യേശുവേ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നൽകി പാപികളായി ഞങ്ങളോട് കരുണ തോന്നണമേ. യേശുവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ശ്രദ്ധിക്കുക, എങ്ങനെയാണിത് കൈകാര്യം ചെയ്യുക? ഇവിടെയാണ് ദൈവമക്കളുടെ പ്രത്യേകത. ഞാൻ ഈ ഭാഗം ഇങ്ങനെ പറഞ്ഞത് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, മറിയം കൃപ കൊണ്ട് നിറഞ്ഞത് കൊണ്ട് ഈ വിഷയത്തെ ഇങ്ങനെ കൈകാര്യം ചെയ്തില്ല. മറിയം ഉറക്കഗുളിക കഴിച്ചില്ല, ഡിപ്രഷനിൽ വീണില്ല, ദൈവത്തിനെതിരെ പ്രസംഗിച്ചില്ല, ദൈവദൂതനെതിരെ പ്രവൃത്തില്ല. മറിയം പിന്നെ എന്താ ചെയ്തത്? പിന്നെ നിങ്ങൾ വേദപുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, കാൽവറിയിൽ നിന്ന് മറിയം പോയത് എങ്ങോട്ടാണ് അറിയാവോ? കാൽവറിയിൽ നിന്ന് മറിയം പോയത് എങ്ങോട്ടാണെന്ന് കൃത്യം പറയുന്നവർക്ക് എൻ്റെ കൈ കിടക്കുന്ന അരപ്പവൻ്റെ മോതിരം ഫ്രീ. ഉറങ്ങണ ചേച്ചി വരെ എഴുന്നേറ്റ് എന്നാൽ പിന്നെ വാങ്ങിയേക്കാം. എങ്ങോട്ട് പോയ? വേദോസ്തത്തിലുള്ളത് പറയണം. എങ്ങോട്ട് പോയ? എനിക്കറിയാം, മോതിരം പോകില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. എങ്ങോട്ട് പോയെന്നറിയോ? അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ കാണാം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ കാണുകയാണ്, പിന്നെ മറിയത്തെ കാണുന്നത് ദ അപ്പർ റൂം. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ ക്രിസ്തുവിന്റെ മരണം കഴിഞ്ഞപ്പോൾ യഹൂദന്മാരെ ഭയന്ന് വാതിലടച്ചിരുന്നു. അവർക്ക് പേടിയായി, അവർക്ക് പുറത്തിറങ്ങാൻ പേടിയായി. യഹൂദന്മാരെ ഭയന്ന് വാതിലടച്ചിരുന്നു. നിരാശ, ദുഃഖം, സങ്കടം വാതിലടച്ചിരുന്നു. അവിടെ മറിയം ചെന്നു. അപ്പോസ്തല പ്രവൃത്തി 1:14. അങ്ങനെ ഒരു ദിവസം മറിയത്തോടുകൂടി അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നിറങ്ങി. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതലുള്ള വചനം. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങിയപ്പോൾ അവർ ശക്തി പ്രാപിച്ചു. അവർ ഇറങ്ങി ഒരൊറ്റ പ്രസംഗം. എന്നെ പ്രസംഗിച്ചെന്നറിയോ? നിങ്ങൾ മരത്തിൽ തറച്ചു കൊന്ന യേശുവിനെ ദൈവനാഥനും രക്ഷിതാവുമാക്കി ഉയർത്തി. 11 ചെറുപ്പക്കാരിറങ്ങി. യേശുവിന്റെ അപ്പോസ്തലന്മാരിൽ ഏറ്റവും പ്രായം കൂടിയ ആളുടെ പേരെന്താ? മിണ്ടിയെ കൊല്ലുന്നില്ല അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ പേര് പത്രോസ്. എത്ര വയസ്സുണ്ടാവും? യേശുവിന്റെ അപ്പോസ്തലന്മാരിൽ ഏറ്റവും പ്രായം കൂടിയത് പത്രോസിനാണ്. എത്ര വയസ്സുണ്ടാവും ഈ ശുശ്രൂഷ തുടങ്ങുമ്പോൾ? ഗൂഗിൾ എടുത്ത് തപ്പണം. എത്രയാണെന്ന് അറിയോ? 27 വയസ്സ്. ഏറ്റവും കൂടിയ ആൾക്ക് 27 വയസ്സ്.
ഞാനൊക്കെ പണ്ട് വിചാരിച്ചു വലിയ പ്രായമുള്ള വല്യപ്പനായിരിക്കും. അല്ല, 11 യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ കൂടി തുടങ്ങിയ ശുശ്രൂഷയുടെ പേരാണ് ക്രിസ്തീയ ജീവിതം. 11 ചെറുപ്പക്കാർ ആരംഭിച്ചതാണ്. ഏറ്റവും പ്രായമുള്ള പത്രോസിന് ഇത്രേ പ്രായമുള്ളൂ. അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ആകാശത്തിന്റെ കീഴിൽ മാനവ വർഗത്തിന്റെ രക്ഷയ്ക്ക് യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. അത് ലോകം അങ്ങ് ഏറ്റെടുത്തു. ആദ്യത്തെ ദിവസം 120 പേര്, പിന്നെ 3000 പേര്, പിന്നെ 5000 പേര്, പിന്നെ അനുദിനം ലോകം മുഴുവൻ ഇതങ്ങ് ഏറ്റെടുത്തു. ഇപ്പം നോക്ക് ദൂതൻ പറഞ്ഞത് ശരിയായോ? ഇപ്പൊ നോക്ക് ദൂതൻ പറഞ്ഞത് ശരിയായോ? 2025 സെപ്റ്റംബർ മാസം 1-ാം തീയതി ഈ ദോഹ പള്ളിയിൽ ഇരുന്നുകൊണ്ട് നമ്മളോട് ചോദിക്കുകയാണ്, യേശു ആരാണ്? നമ്മൾ ഉറക്കെ പറയും, അവൻ വലിയവനാണ്, അവൻ അത്യുന്നതന്റെ പുത്രനാണ്, അവൻ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പുത്രൻ. അവന്റെ രാജ്യം, അവൻ സ്ഥാപിച്ച ദൈവരാജ്യം, അതിന് അവസാനമില്ല. ദൂതൻ പറഞ്ഞത് ശരിയായോ ഇല്ലയോ? എങ്ങനെ ശരിയായി? എങ്ങനെ ഇതിനെ മറിയത്തിനെ സ്വീകരിക്കാൻ കഴിഞ്ഞു? അതാണ് ആദ്യത്തെ ദിവസം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്താണെന്നറിയോ? മറിയം പിന്നെ ചെയ്തത്, കാൽവറിയിൽ നിന്ന് യോഹന്നാന്റെ വീട്ടിലേക്ക് പോയ മറിയം പിന്നെ ചെയ്തത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത്രയേ ഉള്ളൂ. ഇത് പറയാനാണ് ഞാൻ ഈ ആദ്യത്തെ ദിവസം ഉപയോഗിച്ചത്. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കാത്ത ഒരൊറ്റ ജീവിതത്തിന്മേലും ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ മുള പൊട്ടില്ല. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. ഒന്നോടെ, നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിന്മേൽ പ്രവർത്തിക്കാൻ തുടങ്ങും. നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴല്ല ദൈവം പ്രവർത്തിക്കുന്നത്. നമ്മൾ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പല്ല ദൈവം തുടങ്ങുന്നത്. നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു, ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അങ്ങനെയാണ് പ്രാർത്ഥന. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏതൊരു വിഷയം ഉണ്ടെങ്കിലും ആ വിഷയത്തിന്മേൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക, ദൈവം അതിന്മേൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ഉദാഹരണം പറഞ്ഞ സമയം പോകും എങ്കിൽ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഞാൻ ഈ പിള്ളേരുടെ പരീക്ഷയ്ക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നത് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, പ്രാർത്ഥിച്ചാൽ മതിയോ, പോയി പഠിക്കണ്ടേ? അങ്ങനെ ഞാനിങ്ങനെ പറയാറുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം വട്ടായിൽ അച്ഛൻ്റെ ധ്യാനത്തിന് 2 പിള്ളേർ വന്നിട്ട് സാക്ഷ്യം പറയണം. എനിക്കത് ഏറ്റവും വെറുപ്പ് തോന്നിയ സാക്ഷ്യം പറയുന്നത്. അച്ഛനത് പറയിപ്പിക്കുകയാണ്. പിള്ളേർ പറയുന്നത് എങ്ങനെയാണ്? അവർ 10ാം ക്ലാസ് കഴിഞ്ഞു, എന്നിട്ട് എൻ്റെ റിസൾട്ട് വന്നപ്പോൾ അച്ഛൻ്റെ അടുത്ത് സാക്ഷ്യം പറയാൻ പോയതാണ് വട്ടായിൽ അച്ഛൻ്റെ ധ്യാനത്തിൽ. പിള്ളേർ പറയുകയാണ്, ഞങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കരുത്. ഒരു തൃശ്ശൂരുകാർ പിള്ളേരും കണ്ടാണ്. അങ്ങനത്തെ ഒരു ഭാഷയിലാണ് അവർ പറയുന്നത്. സ്ലാങ് ഇച്ചിരി ഇങ്ങനെയാണ്. ഞങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കരുത്, എന്നിട്ടോ ഞങ്ങൾക്ക് പഠിച്ചിട്ട് ഒന്നും മനസ്സിലായില്ല. അന്നേരം അപ്പോൾ ഞങ്ങളൊരു കാര്യം ചെയ്തു. സ്റ്റഡി ക്യാമ്പിൻ്റെ സമയത്ത് ഞങ്ങൾ ധ്യാനത്തിന് വന്നു. ഞങ്ങൾ ഇവിടുന്ന് ധ്യാനം കൂട്ടിയിട്ട് പോയി പരീക്ഷ എഴുതി. എന്നിട്ടോ ഞങ്ങൾക്ക് ഫുൾ A+. അച്ഛൻ ഇതങ്ങോട്ട് അവതരിപ്പിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു. അപ്പോൾ എൻ്റെ മക്കളൊക്കെ ഇത് കേട്ടോണ്ട് ഞാൻ പറഞ്ഞു, ഇത് ശരിയല്ല. പരീക്ഷയുടെ സമയത്ത് പിള്ളേർ ധ്യാനത്തിന് പോകല്ല ചെയ്യേണ്ടത്, ഇത് പഠിക്കണം. അപ്പോൾ ഈ പിള്ളേർ പറഞ്ഞു, ഞങ്ങൾക്ക് എത്ര പഠിച്ചാലും മനസ്സിലാവുന്നില്ല. ഞാനിതൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ ആ പ്രവൃത്തി ശരിയായിട്ടൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് വിമർശിച്ചു. എൻ്റെ മൂത്ത മോളെ എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയാണ്, സിംഗപ്പൂരാണ് പഠിക്കുന്നത്. വലിയ പഠിക്കുന്നുണ്ട്. അവൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ചാച്ചായ ഒരു ചൊവ്വാഴ്ച വിളിച്ചു പറയുന്നത്, നാളെ എൻ്റെ ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യണം, നാളെ ലാസ്റ്റ് ഡേറ്റാണ്. ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തപ്പോൾ കൂടെയുള്ളവരൊക്കെ ഈ പ്രൊജക്റ്റ് ചെയ്തു. ഇപ്പോഴാണ് ചെയ്യേണ്ടത്. എൻ്റെ കൂടെ വേറെ ആരുമില്ല. പിന്നെ ഒരു സിംഗപ്പൂരി പെണ്ണാണുള്ളത്. അവൾ ചെയ്താലും ചെയ്തില്ലല്ലേ അവർ ജയിപ്പിക്കും. ഇന്ത്യക്കാരായിട്ട് ഞാനേ ഉള്ളൂ. അതെന്ത് ചെയ്ത് ശരിയാവുന്നില്ല. ഇപ്പം ഞാൻ വെച്ചാൽ എന്നാ വിഷയം ഉള്ളതാണ്. ഇപ്പോൾ 2 ബോർഡ് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. അതിനകത്ത് 4 സ്വിച്ച് ഉണ്ട്. 4 സ്വിച്ച് ഓണാക്കുമ്പോൾ 4 ലൈറ്റും കത്തണം, നടുക്കൊരു സാധനം കറങ്ങുകയും ചെയ്യണം. ഇത്രയും വർക്ക് നടക്കണം. 4 ബോർഡിൽ 4 കാര്യങ്ങൾ നടക്കണം ഒരേ സമയത്ത്. ഇലക്ട്രോണിക്സ് എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റില്ല. എങ്ങനെയൊക്കെയാണ് അവൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ വെച്ചാൽ ഇപ്പം എന്തായി? ഞാൻ ഈ കഴിഞ്ഞ 3 ദിവസം ഇതിൻ്റെ പുറകിൽ ഇരുന്നിട്ട് 3 ഭാഗം ശരിയായി, 1 ഭാഗം ശരിയാവുന്നില്ല. ഞാൻ ആകെ വിഷമിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ശരിയാവും നോക്ക്. ഇല്ല, ഇനി ഇത് ശരിയാവുന്ന ഒരു വഴിയില്ല. അറിയാവുന്ന പിള്ളേരൊക്കെ ഞാൻ കാണിച്ച് അച്ചാച്ച അമ്മയും കൂടെ എല്ലാം കൂടെ പ്രാർത്ഥിക്കും. നമ്മുടെ വിഷയമായിട്ട് നമുക്ക് പ്രാർത്ഥനയുണ്ടല്ലോ. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ നമ്മുടെ തിമോത്തി തിരുമേനി വിളിച്ചു പറഞ്ഞു, വീട്ടൂരുള്ള തിരുമേനിയോട് പറഞ്ഞു, പിന്നെ മുട്ടൂത്തി പ്രാർത്ഥിക്കണം, നാളെ കൊച്ചിനത് കാണിക്കണം. അങ്ങനെ കൊച്ചു പോവാണ്. ഞങ്ങൾ ഭയങ്കര പ്രാർത്ഥനയും. കൊച്ചു പറഞ്ഞു, അച്ചാച്ചേ ഇത് ഇതുവരെ ശരിയായിട്ടില്ല, എനിക്കറിയാൻ മേല, ഞാൻ തോക്കും, ഞാൻ 5 വയസ്സ് തൊട്ട് പഠിച്ച് വെറുതെയായി, ഇതോടുകൂടി എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞപ്പോൾ കൊച്ചു 12 മണിയൊക്കെ വിളിച്ചു, അച്ചാച്ചേ പ്രാർത്ഥനയുടെ ഫലം കിട്ടി. ഞാൻ ചോദിച്ചു, ശരിയായോ? ഇല്ല, ശരിയായില്ല. പിന്നെ എന്നാ? ടീച്ചർ പറഞ്ഞു, ഇന്ന് സമയമില്ല, അതുകൊണ്ട് അടുത്ത തിങ്കളാഴ്ച കൊണ്ടുവന്ന് പ്രൊജക്റ്റ് വെച്ചാൽ മതി, എനിക്ക് സമാധാനമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇതാണ് വലിയ സമാധാനം. ഞാൻ പറഞ്ഞു, മര്യാദയ്ക്ക് വേണം ചെയ്യാൻ നോക്കും. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എൻ്റെ മനുഷ്യ, കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. ഈ 2 ദിവസം കിടന്ന് ഉറങ്ങട്ടെ, തിങ്കളാഴ്ച വെച്ചാൽ മതിയല്ലോ.
അപ്പം ഞാൻ എല്ലാ ദിവസവും വിളിച്ച് അവളോട് പറയും, മോളെ ഒന്ന് നോക്ക്. ഇല്ല, കുഴപ്പമില്ല. അങ്ങനെ ശനിയാഴ്ച അവളോട് ചോദിച്ചാൽ കാര്യം എന്തായി? അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ കയ്യിലുള്ള എല്ലാം വെച്ച് നോക്കിയിട്ടും 3 ശരിയാവുന്നുണ്ട്, 4ാമത്തെ ശരിയാവുന്നില്ല. അപ്പോൾ ഒരു നേരത്തെ പഠിച്ചൊരു ചേട്ടനുണ്ട്, പുള്ളി വന്ന് നോക്കിയിട്ടും പറഞ്ഞു എന്താന്ന് ഒരു കുഴപ്പം കാണുന്നില്ല, പക്ഷേ എല്ലാം കൂടെ നോക്കുമ്പോൾ 4 വർക്ക് ചെയ്യില്ല. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നോക്കുമ്പോൾ എല്ലാം ചെയ്യുന്നുണ്ട്, ഇത് കൂട്ടി ചെയ്യുമ്പോൾ ശരിയാവുന്നില്ല. ഇനി തിങ്കളാഴ്ച അവരുടെ ക്ലാസ്സിൽ എന്തോ ഒരു ലാബുണ്ട്, അതിൽ നിന്നൊരു IC എടുത്തിട്ട് ഇതിനകത്ത് വെച്ച് ചിലപ്പോൾ ശരിയായി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇത്രയും ദിവസം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അച്ഛൻ സമാധാനമായിട്ടിരിക്കും, ഞായറാഴ്ച ഞാനിത് എങ്ങനെയെങ്കിലും ശരിയാക്കും, എന്നിട്ട് തിങ്കളാഴ്ച വെക്കുള്ളൂ. ഞാൻ ഞായറാഴ്ച വിളിച്ചപ്പോൾ പറഞ്ഞു അച്ചാച്ചേ 95% ശരിയായി. ഞാൻ പറഞ്ഞു 95 ശരിയായിട്ട് എന്താ കാര്യം, എല്ലാം ശരിയാവട്ടെ. തിങ്കളാഴ്ച അപ്പോൾ രാവിലെ എന്നെ വിളിച്ചിട്ട് പോയി. അപ്പോഴത്തെ പുള്ളിക്കാർക്ക് കരയാനൊക്കെ തുടങ്ങി. 11:30 കാണിക്കണം, 11 മണിക്ക് ഞാൻ വിളിച്ചു, പക്ഷേ എന്തായി? അപ്പോൾ അവൾ പറഞ്ഞു അച്ചാച്ച ഒന്നും വിചാരിക്കരുത്, ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ഞാൻ എന്താ പദ്ധതി? ഇന്നലെ വരെ 3 സ്ഥലം വർക്ക് ചെയ്യുന്നു, മുട്ടിപ്പാട്ട് പ്രാർത്ഥിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പം 2 വർക്ക് ചെയ്യുള്ളൂ. 2 വർക്ക് ചെയ്യുള്ളൂ, 3 ചെയ്യുന്നില്ല. അപ്പോൾ ഇവൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ടീച്ചറെ കാണിച്ചു. ടീച്ചറെ ഇന്നലെ വരെ. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഫോട്ടോ ഒന്നും പറ്റത്തില്ല, ഒറിജിനൽ സംഭവം കാണണം. അപ്പോൾ ഇവിടെ എന്തൊന്നും ശരിയാവില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു 50% മാർക്ക് കിട്ടുമായിരിക്കും, തോക്കാതിരിക്കാൻ നിങ്ങളെല്ലാം പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ തിരുമേനി വിളിച്ചിട്ട് പറഞ്ഞു തിരുമേനി മുട്ടൂത്തി തന്നെ നിന്നോളുന്നത് കഴിയുന്നവരൊക്കെ. ഞാനൊരു പള്ളി പ്രാർത്ഥന, തിരുമേനി അവിടെ പ്രാർത്ഥന, ഭാര്യ ഓഫീസിൽ പ്രാർത്ഥന, എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥിക്കാൻ വിഷയത്തില്ല. ടീച്ചർ ഇങ്ങനെ വരാൻ തുടങ്ങുന്നു, ഈ സാധനം ഇങ്ങനെ ഇരിക്കുന്നു. കൊച്ചു പറഞ്ഞ കാര്യമാണ്. അപ്പം ഇതിൻ്റെ പറയുന്നത് നിങ്ങൾക്ക് പ്രസംഗത്തിന് ഇംഗിത കിട്ടാൻ ഞാൻ അങ്ങനെ പറയില്ല, ദൈവം ജീവിതത്തിൽ തന്നൊരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പം ഒരു വയറിങ്ങനെ തൂങ്ങിക്കിടക്കുക. അപ്പോൾ അവൾ നോക്കി, ടീച്ചർ കാണുമ്പോൾ ഒരു മെന വേണ്ടേ, അവളതിങ്ങനെ തള്ളി വെച്ച് ടീച്ചർ വന്ന് നോക്കുമ്പോൾ 4 ശരിയായി. ഇവള് പേടിച്ച് കുറച്ച് പോയി. കാരണം എന്താ അറിയോ, ഇതെങ്ങനെ ശരിയായി എന്ന് ടീച്ചർക്ക് പറഞ്ഞു കൊടുക്കണം. കന്യകമറിയം ഗർഭിണിയായതുപോലെ പോയി. ഇതെങ്ങനെ ശരിയായി എന്ന് പറയുന്നത് ഇതിനറിയാൻ മേല. അവളിങ്ങനെ പേടിച്ച് ടീച്ചറെ നേരെ നോക്കുമ്പോൾ ടീച്ചർ പറഞ്ഞു മെൽബ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നീ ഇതിൻ്റെ പുറകെ നടക്കുന്നത് ഞാൻ കണ്ടു. നീ യൂട്യൂബ് നോക്കിയും മറ്റായോ നോക്കി ചെയ്തതല്ല എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് വെരി ഗുഡ്, കൺഗ്രാജുലേഷൻ കൊണ്ട് ടീച്ചർ പോയി. അപ്പം ഞാൻ ഓർത്തു, ആ ധ്യാനകേന്ദ്രത്തിലെ 2 പിള്ളേർക്ക് A+ കിട്ടിയത് സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് കളിയാക്കി. എൻ്റെ ജീവിതത്തിലൊരു വിഷയം വന്നു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ഇവിടെ ഇരിക്കുന്ന പിള്ളേർ ശ്രദ്ധിക്കണം, നാളത്തെ പരീക്ഷയ്ക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഇതിനെ കളിച്ചടന്നാൽ പോരാ, പഠിക്കണം. പക്ഷെ ദൈവം ഇടപെടും, കർത്താവ് ഇടപെടും. ഞാനൊരു നിസ്സാര കാര്യം പറഞ്ഞതേ ഉള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഇനി കേട്ടോളൂ, ഒരു 3 കാര്യം പെട്ടെന്ന് പറയും. കർത്താവായ യേശുക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 28-ാം തിരുവചനം, താബോർ മലയുടെ മുകളിൽ കയറി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ മുഖഭാവം മാറി, തേജസ്കരിക്കപ്പെടാൻ തുടങ്ങി. പൗലോസ് അപ്പോസ്തലൻ പ്രവൃത്തി 9-ാം അധ്യായം. പൗലോസ് അപ്പോസ്തലൻ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ചിട്ട് ക്രിസ്തുവിനെ ആരാധിക്കുന്ന ജനത്തെ കൊല്ലാൻ പോയവനാണ്. പടിവാതിക്കൽ വെച്ച് തകർന്നു വീണു. അവൻ അവിടുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം പറഞ്ഞു, അനന്യാസിനോട് പറഞ്ഞു, അവനെ സ്പർശിക്കുക, അവനെ വിടുവിക്കുക. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പൗലോസിന്റെ ജീവിതത്തിൽ വ്യത്യാസം വരാൻ തുടങ്ങി. പൗലോസിന് വേണ്ടി ദൈവം ഒരു അനന്യാസിനെ ഉയർത്തി. ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. പ്രാർത്ഥനയുടെ എളുപ്പം. മറിയം പ്രാർത്ഥിക്കാൻ തുടങ്ങി. മറിയത്തിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെട്ടു. പ്രാർത്ഥിക്കുക. കേട്ടുകൊള്ളുക. 1 ശമൂവേൽ 1-ാം അധ്യായം. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, എങ്കിലും എളുപ്പത്തിൽ ഞാനത് പറയാം. 1 ശമൂവേൽ 1-ാം അധ്യായം. എൽക്കാന എന്ന് പറയുന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ട്. എന്താ പേര്? എൽക്കാന. വെരി ഗുഡ്. എന്നാ പേര്? എൽക്കാന. അന്നത്തെ കാലഘട്ടത്തിൽ പുള്ളി 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. ഒരു ഭാര്യയുടെ പേര് ഹന്ന, ഒരു ഭാര്യയുടെ പേര് പെനീന. ഹന്നയ്ക്ക് മക്കളില്ല, പെനീനയ്ക്ക് മക്കളുണ്ട്. സംഭവം നമുക്കറിയായിരിക്കും അല്ലേ? ദിവസമൊക്കെ വായിച്ചിട്ടുണ്ടോ? 2 ഭാര്യമാരുണ്ട്. ഒന്നിൻ്റെ പേര് പെനീന, ഒന്നിൻ്റെ പേര് ഹന്ന. ഏൽക്കാന എന്തോ പറമ്പിൽ പണിയോ അല്ലെങ്കിൽ ശമ്പളമൊക്കെ കിട്ടി തിരിച്ചു വരുന്ന വഴിക്ക് പുള്ളി വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ വീട്ടിൽ വലിയ പ്രശ്നമാണ് അല്ലേ? ഒരു ഭാര്യ ഉള്ളതിനെ തന്നെ കൊണ്ടുനടക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ 2 ഭാര്യയുള്ള മനുഷ്യൻ്റെ അവസ്ഥ. ഈ ചേച്ചിമാർ 2 തമ്മിൽ ഭയങ്കര വഴക്കാണ്. മക്കളില്ലാത്തതിനെ പ്രതി ഒരു ചേച്ചീനെ മറ്റേ ചേച്ചി ഭയങ്കര കളിയാക്കലാണ്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, ഏൽക്കാന എന്തോ ആപ്പിളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. 2 കിലോ ആപ്പിൾ വാങ്ങി, 10 ആപ്പിൾ ഉണ്ടെന്ന് വിചാരിക്കുക. 2 കൂട്ടിൽ ഇങ്ങനെ കൊണ്ടുവരികയാണ്. വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ ഹന്നയും വന്നു നിന്നു, പെനീനയും വന്നു നിന്നു. പുള്ളി നോക്കിയപ്പോൾ ഹന്ന മക്കളില്ലാത്തത് പാവം.
പുള്ളി ഒരു കാര്യം ചെയ്തു, 5 എണ്ണം അവൾക്ക് കൊടുത്തു. പെനീന മക്കളൊക്കെ ഉണ്ട്, പുള്ളിക്ക് കാര്യത്തിന് കൊടുത്തു 5 എണ്ണം. അപ്പോൾ പെനീന ഈ കൂട്ടിലെ ആപ്പിളൊന്ന് വാങ്ങിക്കൊണ്ടുപോയിട്ട് പറയുകയാണ്, മച്ചി മക്കളില്ലാത്തൊക്കെ 5 എണ്ണം കുത്തി കയറ്റാൻ വേണ്ടി വേറെ പണിയൊന്നുമില്ല, ഈ പിള്ളേർക്ക് കൊടുത്ത് എനിക്ക് തികയില്ല. അങ്ങനെ പറഞ്ഞ് കുത്തുവാക്ക് പറയാൻ തുടങ്ങി. അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ഹന്നാട് നെഞ്ചിങ്ങനെ ഉരുകയാണ്. എൻ്റെ കുഴപ്പം കൊണ്ടാണോ മക്കളില്ലാത്തതിൻ്റെ വിഷമം അതില്ലാത്തവർക്ക് അറിയുള്ളൂ. ഹന്ന ഇങ്ങനെ നെഞ്ചുരുക്കി കരയാണ്, മാറി നിന്ന് കരയാണ്. ഹന്ന കരയാൻ നേരത്ത് ഏൽക്കാൻ അടുത്ത് വന്നു, ഹന്നെ എന്തിനെങ്ങനെ വിഷമിക്കണേ? അവൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണോ? സാരമില്ല, ഞാൻ നിനക്ക് 10 മക്കളേക്കാൾ സ്നേഹം തരുന്നുണ്ടല്ലോ. എന്ത് നല്ല ഭർത്താവല്ലേ. നുറുങ്ങിയ ഹന്നായുടെ ഹൃദയത്തെ ഭർത്താവ് അങ്ങ് ആശ്വസിപ്പിക്കാൻ തുടങ്ങി. സാരമില്ല, അതൊക്കെയാണ് ഒരു വീടെന്ന് പറഞ്ഞാൽ അല്ലേ? നിങ്ങളത് ആലോചിച്ച് നോക്കി. നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താവ് വന്നിട്ട്, എടി പോട്ടെ സാരമില്ല, ഞാനുണ്ടല്ലോ, എൻ്റെ അച്ഛൻ അത് ഭാവനെ പോലും കാണാൻ പറ്റുന്നില്ലേ, അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞായിരുന്നെങ്കിലല്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞൊരു ആശ്വാസ വാക്ക്. ഹന്ന എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവർ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ കഴിച്ചു, പാനീയമൊക്കെ കുടിച്ചു. നമ്മളാണെങ്കിൽ ഇപ്പം എന്ന് പറഞ്ഞേനെ, നിങ്ങളല്ല ഞങ്ങളുടെ അവിടെയൊക്കെയുള്ള ചേച്ചിമാരാണെങ്കിൽ അങ്ങനെ ആശ്വസിപ്പിച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞേനെ, നിങ്ങളെങ്കിലും എൻ്റെ അടുത്ത് വന്നിരുന്നല്ലോ, നിങ്ങളുടെ ആ തള്ളയോട് മര്യാദയ്ക്ക് പറയണം, ഈ സൈസ് വർത്താൻ ഇനി പറയരുതെന്നൊക്കെ പറഞ്ഞ് 2 എണ്ണം പറഞ്ഞേനെ. പക്ഷേ ഹന്ന എന്നെ പറഞ്ഞെന്ന് അറിയും, ഹന്നയുടെ മനസ്സൊന്ന് കാണണം. ഹന്ന പറഞ്ഞു, ഇച്ചായ കാര്യമൊക്കെ ശരിയാണ്, ഇച്ചായൻ എനിക്ക് ആശ്വാസമൊക്കെ തന്നു, പക്ഷെ ഒരു കാര്യം, എനിക്കൊന്ന് പള്ളി വരെ പോകണം. എന്നാ പറഞ്ഞു, പള്ളിയിൽ പോകാം. പുള്ളി ഹന്നയെ കൂട്ടി പള്ളിയിൽ പോയി. പള്ളിയിൽ ചെന്നപ്പോൾ എന്തോ പെരുന്നാളോ പരിപാടിയോ എന്തോ അവിടെ നടക്കുന്നത്. അച്ഛൻ്റെ പേര് ഏലി പുരോഹിതൻ. ഏലി പുള്ളി പള്ളിയകത്തല്ല, പള്ളിയുടെ പുറത്തിരിക്കുക. ഒരു സ്റ്റൂളൊക്കെ ഇട്ടിട്ട് പള്ളി പെരുന്നാളിൽ നിന്ന് പടക്കം പൊട്ടിക്കലോ എന്താ ആകാശ വിസ്മയം ബലൂണ് അത് പുള്ളി അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഹന്ന പള്ളിയിലേക്ക് കയറി ചെല്ലുന്നത്. പള്ളിയിൽ കയറി ചെന്നപ്പോൾ തന്നെ ഹന്നയുടെ ഹൃദയം അങ്ങോട്ട് നുറുങ്ങി. അവളെ മുൻവശത്തേക്ക് വന്നിട്ട് ദൈവതിരുസന്നതിയിൽ അവളുടെ ഹൃദയം പകർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കേട്ടോളണം 8 നോമ്പിന് ഞാൻ ഈ പറയുന്നത് നമ്മളൊന്ന് കേട്ടിട്ട് പോയാൽ അതിൻ്റെ ഒരു ഗുണം കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹന്ന അവിടെ നിന്ന് ഹൃദയം പൊട്ടി ദൈവത്തോട് പറയാൻ തുടങ്ങി. ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, അവളുടെ അധരം മാത്രമേ ചലിച്ചോളൂ, ശബ്ദം പുറത്തു വന്നില്ല. ചങ്ക് പൊട്ടി പറയുകയാണ്. നെഞ്ചി കിടക്കുന്ന വേദന, പെനീന പറഞ്ഞ കുത്തുവാക്കുകൾ, മച്ചി എന്ന് വിളിച്ചത്, കളിയാക്കിയത്, പരിഹസിച്ചത്, അതെല്ലാം ഏറ്റു പറഞ്ഞ് നൊലൊളിക്കുകയാണ്. അപ്പൊ അച്ഛൻ അവിടെ നിന്ന് നോക്കി. ആഹാ, രാവിലെ തന്നെ ചേച്ചി പൂസാണല്ലോ. ഈ ഭാവത്തിലാണ് അച്ഛൻ നോക്കിയത്. അച്ഛൻ പറഞ്ഞു, എത്ര നേരം ഇങ്ങനെ നീ രാവിലെ വീഞ്ഞു കുടിച്ച് പൂസായിട്ട് വന്നിട്ടുണ്ടല്ലോ, എപ്പോഴാണ് നിന്റെ പൂസ് മാറുക, നോക്കട്ടെ. അപ്പൊ അവള് പറഞ്ഞു, അച്ഛ യജമാനനെ പ്രഭു, എന്നെ ഒരു അധപതിച്ചവളെ കാണരുത്, എൻ്റെ ഹൃദയത്തിന്റെ വേദന ഞാൻ പങ്കുവെക്കുകയാണ്. അങ്ങനെയായിരുന്നു. വേഗം അച്ഛൻ എഴുന്നേറ്റ് വന്നു. കേൾക്കണം. നെഞ്ചു പൊട്ടി ഒരാൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടെ നിൽക്കുന്ന പുരോഹിതൻ എഴുന്നേറ്റ് വന്നിട്ട് ഈ സ്ത്രീയോട് പറഞ്ഞു, നീ ഇങ്ങനെ ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കരുന്നു. കേട്ടോ, ഇസ്രായേലിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, സമാധാനത്തോടെ വെക്കോ. എങ്ങനെ ഇസ്രായേലിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, സമാധാനത്തോടെ വെക്കോ. ബൈബിളിൽ ഒരു വാക്കെഴുതി വെച്ചു. എന്നറിയോ? പിന്നെ അവളുടെ മുഖം, ആരെയും വായിച്ചിട്ടുള്ളത്? പിന്നെ അവളുടെ മുഖം വാടിയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. അച്ഛൻ ഇങ്ങനെ വല്ലതും പറഞ്ഞു കണ്ണടച്ചിട്ട്, ഓ ഞാൻ കാണുന്നുണ്ട് ഒരു തൊട്ടി ഇറങ്ങി വരുന്നു, അതിനകത്ത് ഒരു കൊച്ച്, അടുത്തുള്ള നിനക്ക് കൊച്ചിന് കിട്ടും, അങ്ങനെ വല്ലതും പറഞ്ഞു? ഒരു ദർശനം കിട്ടിയില്ല, ഒരു സൂചനയും കൊടുത്തില്ല, ഒരു ആശ്വാസവും പറഞ്ഞില്ല. നിനക്ക് അടുത്തുള്ള ഒരു കൊച്ചിന് തരും, പ്രാർത്ഥിച്ചു, ഞാനും പ്രാർത്ഥിക്കാം, 4 കുർബാന ചെല്ലും, 2 കാളെ ബലിയർപ്പിക്കും, ഒന്നും പറഞ്ഞില്ല. അച്ഛനൊന്നും പറഞ്ഞില്ല. പ്രാർത്ഥിച്ചവളോട് ഇങ്ങനെ പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കും, സമാധാനത്തോടെ പോകും. പിന്നെ അവളുടെ മുഖം എങ്ങോട്ട് പോയെന്നറിയോ ചേച്ചി? വന്ന വീട്ടിലേക്ക്. അവിടെ ആരുണ്ട്? കുത്തുവാക്ക് പറയുന്ന മറ്റേ ചേച്ചിയുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മറ്റേ ചേച്ചിയുണ്ട്. പക്ഷെ ഇവളുടെ മുഖം പിന്നീട് വാടാൻ ദൈവം സമ്മതിച്ചില്ല. അർത്ഥം മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കണം. സാഹചര്യം മാറിയിട്ടില്ല, സിറ്റുവേഷനിൽ ഒരു വ്യത്യാസം വന്നിട്ടില്ല, പക്ഷെ നെഞ്ചിനകത്ത് ദൈവത്തിന്റെ സംരക്ഷണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ വിഷയങ്ങളെ ദൈവസന്നദ്ധിയിൽ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം അതിന്മേൽ പ്രവർത്തിക്കാൻ ആരംഭിക്കും. റോമർ 8:28 വചനം ഞാനിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് അത് നെഞ്ചിനകത്തങ്ങ് കുറിച്ചിട്ടോളണം. റോമർ 8:28
ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയാക്കി മാറ്റിക്കളയും. സകല കഷ്ടതയും നന്മയാക്കി മാറ്റും. അങ്ങനെയെങ്കിൽ ഓർക്കുക, നസറേത്തിലെ എളിയ ഭവനത്തിൽ വെച്ച് മറിയത്തിന് കൊടുത്ത 5 വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ച ഒരു ദൈവം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഒരു വചനം കൂടെ, യെശയ്യാ 43:18. യെശയ്യാ 43:18 വചനം: കഴിഞ്ഞ കാലങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഞാനിതാ പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയാണെങ്കിൽ ഈ ദേശത്തേക്ക് ദൈവം നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു. ഈ ദേശത്ത് ഇവിടുത്തെ ദൈവത്തെ ആരാധിച്ച് ഇവിടുത്തെ ആളുകൾ വളരെ സമാധാനത്തോടെ ജീവിക്കുമ്പോൾ നമ്മുടെ ഈ ബലഹീനമായ ജീവിതത്തിൽ നിന്ന് ദൈവം ഇവിടെ കൊണ്ടുവന്നത് കുറെ കാശുണ്ടാക്കാൻ മാത്രമല്ല, ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി മാത്രമല്ല. പകരം ലോകം മുഴുവനും സർവശക്തനായ ദൈവത്തിൻ്റെ നാമം മുഴങ്ങാൻ ദൈവം ക്രമീകരിച്ചിരിക്കുന്ന ക്രമീകരണം ഞാൻ അത്ഭുതപ്പെട്ടു. ഇവിടെ വന്നപ്പോൾ പോലീസിൻ്റെ സംരക്ഷണയിൽ ഒരു വിഭാഗ ജനത്തിനെ ആരാധിക്കാൻ ഇവിടുത്തെ നല്ല ഗവൺമെൻറ് സൗകര്യം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദൈവത്തെ ആരാധിക്കുക, ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഇങ്ങനെ ഒരുക്കി ഈ നാടിന് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ലോകത്തെല്ലാ സ്ഥലത്തും പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ ദൈവം ചിതറിച്ച് പാർപ്പിച്ചിരിക്കുകയാണ്. ഇപ്പം ഇവിടെ കൊണ്ടുവന്ന് നമ്മളെയാണ് പ്രാർത്ഥിക്കുക, വീടിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ബലം പ്രാപിക്കുക. അപ്പോഴെന്താ ദൈവം പറയുന്നറിയോ? ഒരു മുള പൊട്ടി പുറപ്പെടും. മുള ഒരു വിത്തിനൊരു മുളയുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്. ഉദാഹരണം, ഒരു ആപ്പിളിൽ 4 വിത്തുണ്ടെന്ന് കൂട്ടുക. ഒരു ആപ്പിളിൽ 4 വിത്ത്, ഒരു വിത്തിന് മുള വന്നു. അങ്ങനെയാണെങ്കിൽ ആ വിത്തിനകത്ത് എത്ര ആപ്പിൾ ഉണ്ടാവും? എൻ്റെ ആ കണക്കറിയാമെങ്കിൽ ഇവിടെ വരേണ്ടി വരില്ലായിരുന്നു. ഒരു വിത്തിനകത്ത് എത്ര എണ്ണാൻ പറ്റില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു മുള തുറന്നാൽ അതിൻ്റെ പുറകിൽ ഒരു നന്മ അവൻ ക്രമീകരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഞാൻ യാമക ഭാഗം ഇങ്ങനെ മാത്രം പറഞ്ഞു. 5 വാഗ്ദാനങ്ങളിലൂടെ മറിയം ഒരു പദ്ധതി പ്ലാൻ ചെയ്തു. കാൽവറയിലെ പദ്ധതി പൊളിഞ്ഞ പദ്ധതി ഓർത്ത് മറിയം നിരാശപ്പെട്ടില്ല. അവിടുന്ന് പ്രാർത്ഥന ആരംഭിച്ചു. എനിക്ക് ആ തൂത്തൂട്ടി ധ്യാനകേന്ദ്രത്തിലുണ്ടായ 3-4 അനുഭവങ്ങളൊക്കെ നിങ്ങളോട് പറയണമെന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ നാളെ നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൊളിഞ്ഞ പ്ലാനിൽ നിന്നുകൊണ്ട് തകരാതെ സിഹ്യോനൂട്ടുശാലയിൽ നിന്ന് മറിയം ആ ചെറുപ്പക്കാരെ കൂട്ടി പ്രാർത്ഥിച്ചു. മറിയത്തിൻ്റെ കിട്ടിയ വാഗ്ദാനം ദൈവം പൂർത്തീകരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പരിശുദ്ധ സുറിയാനി സഭ കന്യക മറിയം അമ്മയെ ഇങ്ങനെ മുമ്പിൽ നിർത്തി നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്, എൻ്റെയും നിങ്ങളുടെയും ജീവിതം അവിടുന്ന് പച്ച പിടിപ്പിച്ച് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ആ ദൈവസന്നദ്ധയിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മുഴുവൻ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എഴുന്നേക്കാം. പരിശുദ്ധ അമ്മയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന. ഇപ്പം നമ്മൾ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ലോക സമാധാനം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ നെഞ്ചിനകത്ത് സമാധാനം ഉണ്ടാകണം. സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? മറിയത്തിന് കിട്ടിയ അനുഭവമാണ്. വേശ്യയെന്ന് വിളിക്കാൻ സാധ്യതയുള്ളപ്പോൾ, കല്യാണ ജീവിതത്തിൽ വിവാഹ ജീവിതത്തിൽ യോസേപ്പ് സംശയിക്കുമ്പോൾ, കുഞ്ഞിനെയും കൊണ്ട് രക്തവാർച്ച തീരാതെ നെട്ടോട്ടം ഓടുമ്പോൾ, കുഞ്ഞ് പിശാചബാധിതനാണെന്ന് നാട്ടുകാർ പരിഹസിച്ച് പറയുമ്പോൾ, തകരാതെ നെഞ്ചിനകത്ത് ദൈവത്തിൻ്റെ കൃപ പൊതിഞ്ഞു നിൽക്കുന്നതിൻ്റെ പേരാണ് സമാധാനം. സമാധാനം. കാൽവരി ക്രൂശിൽ ഏകജാതന്റെ മരണം കണ്ടിട്ട് തളർന്നു പോകാതെ നിൽക്കാനുള്ള ബലമാണ് സമാധാനം. അങ്ങനെയാണെങ്കിൽ കർത്താവേ, ഈ ലോകം മുഴുവനും അവിടുത്തെ കൃപയാകുന്ന വലിയ ശക്തി പകർന്ന സമാധാനം പകരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മെ തന്നെ ഈ സമയം സമർപ്പിക്കാം. കണ്ണുകളടയ്ക്കാൻ കഴിയുന്നവർ കണ്ണുകളടയ്ക്കുക. കഴിയുമെങ്കിൽ 2 കൈകളൊന്ന് കൂപ്പിപ്പിടിക്കുക. സമാധാനം. ത്വക്ക് രോഗം മുഖാന്തരം വിഷമിക്കുന്നവർ, മദ്യപാന മുഖാന്തരം സമാധാനം നഷ്ടപ്പെട്ട വീടുകൾ, ബിസിനസിന്റെ തകർച്ച മുഖാന്തരം സമാധാനം നഷ്ടപ്പെട്ട ജീവിതങ്ങൾ, മക്കളുടെ കുടുംബജീവിതത്തിന്റെ തകർച്ചയോർത്ത് വിഷമിച്ചിരിക്കുന്നവർ, രോഗവും ഭാരവും മുഖാന്തരം തളർന്നു പോയവര്, ചെയ്യുന്ന ജോലി സ്ഥലത്ത് ഒരു സ്വസ്ഥതയില്ലാതെ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, നല്ലൊരു ജോലി കിട്ടാതെ വിഷമിക്കുന്ന അവസ്ഥ, പ്രിയപ്പെട്ടവരുടെ കലഹങ്ങൾ മുഖാന്തരം സമാധാനം നഷ്ടപ്പെട്ടവർ, ആശുപത്രിയിൽ പ്രിയപ്പെട്ടവർ കിടക്കുന്നവർ, പലതരത്തിൽ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ സമാധാനം നഷ്ടപ്പെട്ട് കിടക്കുമ്പോൾ ഹന്നായോട് പറഞ്ഞൊരു വാക്കുണ്ട്, സമാധാനത്തോടെ പോവുക. പിന്നെ അവളുടെ മുഖം വാടിയില്ല. സാഹചര്യങ്ങൾക്കൊന്നും മാറ്റം വന്നില്ല, മുഖം വാടിയില്ല. വാടാത്ത മുഖം കൊണ്ടുപോയ ഹന്നായുടെ ജീവിതത്തിൽ
ദൈവം അനുഗ്രഹത്തിൻ്റെ 5 മക്കളെ കൊടുത്തു. അനുഗ്രഹത്തിൻ്റെ 5 മക്കളെ ദൈവം കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയെങ്കിൽ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, അവിടുത്തെ മാധ്യസ്ഥതയായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി. ഭൂസ്വർഗം പേറുന്നവനെ ഗായക സംഘം പാടുമ്പോൾ എല്ലാവരും കൂടെ ഉറക്കെ പാടുക.